നമ്മോട് സംസാരിച്ചൊരു വാക്യമാണ്, ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിന്റെ മുമ്പിൽ അവൻ നിനക്ക് വഴി ഒരുക്കും. ഹല്ലേലൂയ. അവൻ എത്ര വിശ്വസിക്കുന്നു, ദൂതനെ ദൈവം സഭയ്ക്ക് വേണ്ടി റിലീസ് ചെയ്തിട്ടുണ്ട്. അവൻ ഓരോ കുടുംബത്തിന് വേണ്ടി ദൈവം ദൂതന്മാരെ റിലീസ് ചെയ്തിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ അല്പസമയം കരങ്ങളെ അടിച്ച് ആ ദൂതിന്റെ ഓരിക്കൽ കൂടെ സ്വീകരിച്ച് ദൈവത്തിന് ദൂതനെ അയച്ച ദൈവത്തിന്, ദൂതനെ അയച്ച ദൈവത്തിന്, ദൂതനെ അയച്ച ദൈവത്തിന് നന്ദി പറഞ്ഞാല്, നന്ദി പറഞ്ഞാല്, നന്ദി പറഞ്ഞാല്. അമ്മ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, മറിയ കല്ലറുടെ മുമ്പിൽ വന്നിട്ട് ആ അമ്മ കല്ലുരുട്ടി മാറ്റും. അമ്മ അത് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ആ കല്ലവിടില്ല. ഹല്ലേലൂയ. ദൂതൻ ഇറങ്ങിയ ഭയങ്കര വിഷയമെന്ന് വിചാരിക്കുന്നതിനകത്ത് അവൻ ദൈവം അവൻ ഈസിയായി കാര്യങ്ങൾ ചെയ്യും. പകലിൽ മല പോലെ നിൽക്കുന്ന ആ കാലത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായ റോമാ സാമ്രാജ്യത്തിന്റെ മുദ്രയുള്ള അവൻ കല്ലറയുടെ വാതിൽ അവൻ എങ്ങനെ തുറക്കപ്പെടുമെന്ന് വിചാരിച്ചപ്പോൾ അവൻ ഒരു പ്രയാസവും ഇല്ലാതെ അവൻ ദൂതന്മാരതിനെ മാറ്റിയെങ്കിൽ വെളിപ്പെട്ടു വന്ന ദൈവപ്രവൃത്തി വെളിപ്പെടാതെ വേണം മറഞ്ഞിരുന്ന കല്ലിനെ അവൻ ദൂതനായി മാറ്റിയെങ്കിൽ അവൻ നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ട നന്മയെ നീ കാണാതെ വേണം തടയുന്ന അവൻ സകല കല്ലുകളോ ഈ പകൽക്കാലം നിങ്ങൾ ആരാധിക്കുമ്പോൾ, ഈ പകൽക്കാലം വെളിപ്പെട്ടു വരുന്ന ദൂതിനെ വിശ്വസിക്കുമ്പോൾ ആ തടസ്സം അവൻ നീ പോലും അറിയാതെ നീ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കാണത്തില്ല, നീ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കാണത്തില്ല, നീ നോക്കുമ്പോൾ അതൊന്നും കാണത്തില്ല. പകൽക്കാലം ഈ സാന്നിധ്യത്തിനകത്ത് ഏറ്റെടുക്കാണ് അവൻ സഭയ്ക്ക് വിരോധമാണ് നിൽക്കുന്നത്, സഭയ്ക്ക് വിരോധമാണ് നിൽക്കുന്നത്. ഇത് കാണാതെ വേണം ദൈവത്തിന്റെ ദൂതന്മാരെ വെട്ടുക, ദൈവത്തിന്റെ ദൂതന്മാരെ വെട്ടുക, ദൈവത്തിന്റെ ദൂതന്മാരെ വെട്ടുക. ഇന്ന് പകൽക്കാലം വിരോധം അടിക്കുമെന്ന് പറയുന്നത് സ്പിരിച്വൽ മേഖലയ്ക്കകത്തുള്ള നെഗറ്റീവ് സ്പിരിറ്റുകളും വ്യക്തികളിൽ കൂടി വ്യാപരിക്കുന്നത് യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ യേശുവിന്റെ നാമത്താൽ ആദിയിൽ താഴാതെ പരിശുദ്ധാത്മാവിനെ ഇറങ്ങി പ്രവർത്തിക്കുക. ഇതൊരു മാനുഷികമായ പ്രോസസ്സല്ല, ഇത് അൺസീൻ വേൾഡിലുള്ള ആത്മപ്രവൃത്തിയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരുക്കപ്പെട്ട നന്മ കാണാതെ വേണം തടഞ്ഞിരുന്ന കല്ലിനെ ദൂതനാക്കി മാറ്റിയെങ്കിൽ പകലിൽ നിനക്ക് വേണ്ടി ഓലിക്കുന്നതിന് തടസ്സമായിരിക്കുന്നത് ദൂതനാകെ. അത് നിനക്ക് വേണ്ടിയുള്ള നന്മയാണ്, അത് നിനക്ക് വേണ്ടിയുള്ള നന്മയാണ്, നിനക്ക് വേണ്ടി സ്വന്തം ഒരുക്കിയതാ. പക്ഷെ തടസ്സമായിരിക്കുന്ന കല്ല് ഇന്ന് പകൽക്കാലം അനുഭവിക്കും, അനുഭവിക്കും. ഈ ആ മഹത്വം കാണും. അന്തരീക്ഷം ക്ഷണിക്കാറില്ല, ഇന്നത്തെ ഭൂതന്മാർ ഇറങ്ങില്ല, അന്തരീക്ഷം ക്ഷണിക്കാറില്ല. നിങ്ങൾ ശരീരങ്ങളെ വിട്ടുപോകുന്നത് ഈ ആത്മമണ്ഡലത്തിനകത്ത് ദൈവമായി കണക്റ്റായത് ആത്മതലത്തിനായി കണക്റ്റായത് അനുഭവിക്കും. ആ നന്മയെ അനുഭവിക്കും. ആത്മതലത്തിനകത്ത് നീ എന്തെങ്കിലും മൂലം ഒരിക്കൽ പത്രോസിനെ ഹെരോദാവ് പിടിച്ചു തടവിലാക്കി, ജനത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാ. നാളെ പത്രോസിനെ അവൻ ഹെരോദാവിന്റെ മുന്നിൽ നിർത്തും. എന്തിനാ? കൽപ്പന കൊടുക്കാൻ, ഇവന്റെ തല ഛേദിച്ച് കളയുവാൻ. അവൻ അങ്ങനെ നിർത്താൻ അവൻ
സ്വന്തം പ്ലാൻ ചെയ്തതിന്റെ തലേ രാത്രിയിൽ 2 ചങ്ങലയെ ബന്ധിക്കപ്പെട്ട് 2 പടയാളികളുടെ നടുവിൽ പുറത്തു വാതിലിൽ കാവലായി നിൽക്കുമ്പോൾ നോക്കിയേ, 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട മനുഷ്യൻ 2 പടയാളികളുടെ നടുവിൽ അവരുടെ തടവറയുടെ മുമ്പുള്ള വാതിലിനകത്ത് കാവൽ കാത്തുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ ദൂതൻ ആ കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി. അവൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി. ആ തട്ടിയ സെക്കൻഡിൽ സംഭവിച്ചത് പത്രോസിന്റെ മേൽ ബന്ധിക്കപ്പെട്ട ചങ്ങല താനെ അഴിഞ്ഞു മാറി. അവൻ ദൂതൻ ഇറങ്ങിയാൽ അവൻ ബന്ധനങ്ങൾ തന്നെ അഴിയും. ആരുടെ സപ്പോർട്ടില്ലാതെ അവൻ ദൈവത്താൽ അപ്പോയിന്റ് ചെയ്ത ദൂതൻ ഇറങ്ങിയാൽ പകൽക്കാലത്തിന്റെ ഭവനത്തിനകത്ത് ഏഞ്ചലിക് വിസിറ്റേഷൻ സംഭവിക്കാൻ പോവുക. വിശ്വസിക്കുന്നവർ കർത്താവിന് നന്ദി പറഞ്ഞാൽ ഇത് അതേപോലെ സ്വീകരിക്കുന്നവർ അവ ചില ദൂതന്മാർ നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ പ്രാർത്ഥനാ റൂമിനകത്ത് നോക്കിയേ, ഈ മനുഷ്യൻ കിടന്ന കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു, ചങ്ങലകൾ പൊളിഞ്ഞു. സ്വന്തം പട്ടണത്തിന്റെ ഇരുമ്പ് വാതിലുകൾ സ്വതവേ തുറന്നു. നോക്കിയേ, ഇവിടെ ദൂതൻ ഇറങ്ങിയത് അവന്റെ ഉള്ള ദൈവിക നിയോഗത്തിന് തടസ്സമായി നിന്ന പൈശാചിക ശക്തികളെ, മാനുഷിക ശക്തികളെ തകർക്കാൻ വേണ്ടിയ ഇന്ന് പകൽക്കാലം സഭയ്ക്ക് വിരോധമായി, നിന്റെ നിയോഗത്തിന് വിരോധമായി നിൽക്കുന്ന വിശ്വസിക്കുന്നവർ കർത്താവിന് നന്ദി പറഞ്ഞു തുടങ്ങിയാണ്. വിരോധമായി സഭ ചിന്തിച്ചിട്ട് പോകുന്ന നിലവാരത്തിലേക്ക് ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് പകൽക്കാലം വിശ്വസിച്ചു. ദൂതൻ ഇറങ്ങി ചില തടസ്സങ്ങളെ മാറ്റാൻ പോവുകയാണ്. യേശു കർത്താവിന്റെ ശിഷ്യന്മാരെ പിടിച്ച് തടവിനകത്താക്കി. രാത്രിയിൽ ദൂതൻ വന്ന് ഇറങ്ങിയിട്ട് പറയും, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ദൈവത്തിന്റെ വചനം സംസാരിക്കണം. നിയോഗത്തിനെതിരെ ചലിക്കുന്നതിന് ഇന്ന് പകൽ ദൂതൻ ഇറങ്ങുക. നമ്മളുടെ ദൈവിക വിളിക്ക് വിരോധമായി ഒരുപക്ഷെ നിനക്ക് ബിസിനസ് ആയിരിക്കാം ദൈവം പറഞ്ഞിരിക്കുന്നത്, ഒരിക്കൽ നിന്റെ വിശ്വസ്തനായ ഒരു ജോലിയായിരിക്കാം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ശുശ്രൂഷയായിരിക്കാം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന് വിരോധമായി നിൽക്കുന്ന മേഖലയ്ക്കകത്ത് ഇന്ന് പകൽക്കാലം ദൂതന്മാർ ഇറങ്ങുന്ന പകൽക്കാലമാണ്. അത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. സ്വന്തമേ അവൻ തുറന്നിട്ട് ദൂതൻ ചില പോയിന്റിനകത്തേക്ക് നിന്റെ ദൂതൻ കൊണ്ടെത്തിക്കാൻ പോയി. അവൻ ആരോഗ്യമായി ഈ ദേവാലയത്തിൽ പോയി ദൈവം സംസാരിക്കും. നീ അവനുമായി പോയി സംസാരിക്കാം. അങ്ങനെയുള്ള ഇടപെടലുകൾ ഇവർക്ക് വിശ്വസിക്കുന്നവർ അഗ്നിശോഭനാകട്ടെ തടസ്സങ്ങൾ അറിയണം. തടസ്സങ്ങൾ പകൽക്കാല സഭകളെ വിശ്വസിക്കുക. ദൂതനെ തമ്പുരാൻ സഭയ്ക്ക് വേണ്ടി വിട്ടിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വേഗത്തിൽ നമുക്ക് യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം
ഇതെടുത്തത് വിശ്വസിക്കുന്നു. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് ശബ്ദമെഴുതി വായിക്കാം. ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ആമേൻ. 3-ാമത്തെ വാക്യം കൂടെ വായിക്കുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. നല്ല വചനത്തിനായി കരങ്ങളെ ഉയർത്തിക്കുന്നതായി സ്തോത്രം ചെയ്യുന്നു. അവൻ ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടെ ദിവസത്തിലായിരിക്കട്ടെ. അവൻ ചിലരൊക്കെ വചനം കേൾക്കുമ്പോൾ ഏതോ ഇല്ലാത്ത രീതിയിലൊക്കെ ഇരിക്കുന്നു. നിങ്ങൾ ദൈവവചനത്തോട് പ്രതികരിക്കുന്നവരായി തീരട്ടെ. നിങ്ങളുടെ ചിന്ത ഇവിടെ ആകട്ടെ. അവൻ നടക്കുന്ന ഡെലിവറൻസ് ഞങ്ങൾ സ്വീകരിക്കാൻ ദൈവം സഹായിക്കട്ടെ. അവൻ സ്വന്തം വായിക്കിരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അവൻ സ്വന്തം അവൻ ശാന്തമായ ചില കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് അവൻ ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് നമ്മെ എത്തിക്കാനായിട്ട് പോവുകയാണ്. വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ ലേഖനം അവൻ 1-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ സ്വന്തം കണ്ണ് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്. എന്താണ് ഞങ്ങൾ കണ്ടത്, കേട്ടത്, അമ്മയെ സ്വന്തം തൊട്ടു നോക്കിയത്? എന്താണ്? ജീവന്റെ വചനം. ഇന്ന് പകലിലും നിങ്ങൾ കേൾക്കുന്ന വചനത്തിന്റെ പ്രത്യേകത അത് ജീവൻ ഉള്ളതാണ്. അതിന് തന്നിൽ തന്നെ ജീവൻ ഉള്ളതാണ് ദൈവത്തിന്റെ വചനം. ഈ ഒരു വിഷയം നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞില്ലെങ്കിലും സ്തോത്രം പറഞ്ഞില്ലെങ്കിലും അല്പസമയം നിങ്ങൾ ഇത് ഗൗരവമായി ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രാധാന്യത്തെ പറ്റി താൻ പറയാണ് ആദ്യം മുതൽ ഉള്ളതും. അവൻ താൻ അനുഭവിച്ചൊരു കാര്യം അവൻ സഭയോട് താൻ കൈമാറുകയാണ്. ആദ്യം മുതലുള്ളതാണ്. അവയെ ഞങ്ങൾ കേട്ടതാണ്, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ്, ഞങ്ങൾ അതിനെ നോക്കിയതാണ്, ഞങ്ങളുടെ കൈ തൊട്ടതായ ജീവന്റെ വചനം. തന്റെ എക്സ്പീരിയൻസിനകത്തു നിന്ന്, തന്റെ അനുഭവത്തിനകത്തു നിന്ന് താൻ വിളിച്ചു പറയുക ഇത് ജീവന്റെ വചനമാണ്. ആമേൻ ഹല്ലേലൂയ. കേവലം കെട്ടുകഥകളല്ല, എന്തെങ്കിലും ഭാവനകളല്ല, ഇത് ജീവനുള്ളതാണ്. ഒന്നുകൂടെ പറഞ്ഞ എന്നെ ജീവിപ്പിച്ചതാണ് ഈ വചനം. ഒന്നുമല്ലാതിരുന്ന എന്നെ ജീവനുള്ളവനാക്കി മാറ്റിയത് ഈ ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. ആ വചനത്തിന്റെ പ്രത്യേകത താൻ പറയുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ. എങ്ങനെയാണ് പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായതാണ് ദൈവത്തിന്റെ വചനം എന്ന് വെച്ചാൽ പിതാവിന്റെ മഹിമയോടെ മഹത്വത്തോടെ വെളിപ്പെട്ടു വന്നതാണ് ദൈവത്തിന്റെ വചനം അഥവാ ക്രിസ്തു എന്നുള്ളത്. കാരണം എഴുതി ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, ആദ്യം മുതലുള്ളതും. ആദ്യം മുതലുള്ളതും. താന് സുവിശേഷം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി തുടങ്ങിയത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു. താൻ ഇവിടെ പറയാണ് ആദ്യം മുതലുള്ളതും. ഹല്ലേലൂയ. താൻ സുവിശേഷം എഴുതിയപ്പോൾ എങ്ങനെ എഴുതിയ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു. എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയാകട്ടെ ഭൂമണ്ഡലമാകട്ടെ ദൃശ്യമണ്ഡലത്തിൽ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ, ഒന്നും സൃഷ്ടിക്കപ്പെടാതിരിക്കുമ്പോൾ, ദൈവം ഏകനായി വാഴുമ്പോൾ വചനം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒന്നുമില്ലാതിരിക്കുമ്പോൾ, ദൃശ്യമണ്ഡലത്തിൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ, ഒന്നും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം എന്തായിരുന്നു? ദൈവത്തോട് കൂടെയായിരുന്നു. വചനം എവിടെയായിരുന്നു? ദൈവത്തോട് കൂടെയായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, ദൈവത്തിന്റെ ഉള്ളിലായിരുന്നു. ഹല്ലേലൂയ. വചനം എവിടെയായിരുന്നു? ദൈവത്തിലായിരുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. അടുത്ത പദം പറയുന്നു, വചനം ദൈവമായിരുന്നു. എന്താണ് വചനം? ഈ എഴുതപ്പെട്ട
ഇന്ന് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന വചനത്തിന് ദൈവ തുല്യമാണ്. ഹല്ലേലൂയ. ഇത് ദൈവ തുല്യമാണ്. ഇതെല്ലാം ദൈവശാസ്ത്രീയമാണ്. അവൻ വചനം ദൈവമാണ്. ഇത് ചുമ്മാ എഴുതി വെച്ചേക്കുന്നല്ല. ഞാൻ എപ്പോഴും ഒരു അച്ഛനോട് പറഞ്ഞ കാര്യമുണ്ട്, ഇതൊക്കെ ചുമ്മാ എഴുതി വെച്ചേക്കുന്ന അച്ഛയ ചിത്രഭ്രമം ഉണ്ടായിട്ട് ആരും എഴുതി വെച്ചേക്കുന്നതല്ല. ഇത് അവൻ ദൈവ വചന ദൈവമാണ്. ഇത് ദൈവത്തിന്റെ വചനമാണ്. വചനം ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. ആദിയിൽ ഉണ്ടായിരുന്നതാണ്. ഹല്ലേലൂയ. ദൈവത്തോട് കൂടെയായിരുന്നു. ഹല്ലേലൂയ. ആദിയിൽ ഉണ്ടായിരുന്ന വചനം. ഹല്ലേലൂയ. ആമേൻ. എന്നിട്ട് അത് അടുത്ത പദം പറയാണ്, സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഉളവായത് മുഴുവനും വചനത്താലാണ് ഉളവായത്. ഹല്ലേലൂയ. ഉളവായത് മുഴുവനും വചനത്താലാണ് ഉളവായിരിക്കുന്നത്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം ഞാൻ പ്രസംഗിക്കുന്ന, നിങ്ങൾ വായിക്കുന്ന, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന വചനത്തിന്റെ പ്രത്യേകത വചനം ദൈവമാണ്. അവയെ സ്വന്തം ദൈവ തുല്യമാണ്. ഹല്ലേലൂയ. അവയെ സകലം സൃഷ്ടിപ്പാൻ മുഖാന്തരമായി തീർന്നത്, സകലത്തിനും ആധാരമായിരുന്നത് ദൈവത്തിന്റെ വചനമാണ്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ആദിയിലുണ്ടായിരുന്നത്, ആദിയിൽ ഉണ്ടായിരുന്നത് വചനം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. നോക്കിയ സഹോദരങ്ങളെ, എഴുതപ്പെട്ട ഈ ദൈവവചനത്തെ ഞാൻ നിങ്ങളും ബഹുമാനിക്കണം. ഈ വേദപുസ്തകത്തെ നമ്മൾ പവിത്രതയോടെ സൂക്ഷിക്കണം. അതിന്റെ മേഖലയിൽ കൊണ്ടുവന്ന് അവ തോന്നിയതുപോലൊന്നും ഇടരുത്. അതിന്റെ സ്വന്തം ദൈവത്വത്തോടുള്ള ആ ബഹുമാനത്തോടെ ഞാൻ നിങ്ങൾ ബൈബിളിനെ കാണാൻ തുടങ്ങണം. അതിന്റെ മേളിൽ കൊണ്ടുവന്ന് മുഖം ചീറ്റി മൂക്കട ചീറ്റിയെ കർച്ചിഫ് കൊണ്ടിടരുത്. മൊബൈൽ കൊണ്ട് വെക്കരുത്. ഇതിന്റെ താഴെയായിരിക്കണം സകലതും. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. ഒരിക്കലും ദേവദാസൻ പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. താൻ ഒരു പെട്ടെന്നൊരു യാത്രക്കായി നിൽക്കുമ്പോൾ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഭൂതം ഇളകി അതിനൊന്ന് ഇടക്കാൻ വേണ്ടി വരണമെന്ന്. പലരും ശ്രമിച്ചിട്ട് കഴിയുന്നില്ല. താൻ ആ ഭവനത്തിൽ ചെന്നു. ഒരു ഹിന്ദു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ മകൾ ഭൂതമിളകിയപ്പോൾ ഭൂതമിളകിപ്പോയി ദേവദാസോട് സംസാരിച്ചു, ഇവളെ കൊല്ലാൻ വേണ്ടി ഞാൻ കേറിയതാ, പക്ഷേ ഇവളെ കൊല്ലാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം ഇവളെ കുഞ്ഞിലെ ഒരു പുതിയ നിയമം ബൈബിൾ ഇവൾക്ക് ആരോ കൊടുത്തു. ഇവൾ വളരെ പവിത്രതയോടെ അവൻ പെട്ടിക്കകത്ത് സൂക്ഷിച്ചത് കൊണ്ട്, അതിനോട് ബഹുമാനം കാണിച്ചത് കൊണ്ട് എനിക്ക് ഇവിടെ മേൽ ആധിപത്യം ചെലുത്തുവാൻ പറ്റുന്നില്ല. ഇവിടെ പ്രാണനെ തൊടുവാൻ പറ്റുന്നില്ല. സഹോദരങ്ങളെ, എഴുതപ്പെട്ട് നമ്മുടെ കരങ്ങളിൽ തന്ന ഈ വേദ പുസ്തകത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന വചനത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അത് ദൈവ തുല്യമാണ് എന്ന് പകൽക്കാലം ബഹുമാനിച്ചു തുടങ്ങട്ടെ, അനുസരിച്ച് തുടങ്ങട്ടെ, ധ്യാനിച്ചു തുടങ്ങട്ടെ. ആദ്യം മുതലുള്ളതോ ഇത് ഇന്നലെ പൊട്ടി വന്നതല്ല. ഏതെങ്കിലും പൗലോസിലോ പത്രോസിലോ വന്ന കാര്യമല്ല. യുഗങ്ങൾക്ക് മുമ്പ് തമ്പുരാൻ പ്ലാൻ ചെയ്തത്, യുഗങ്ങൾക്ക് മുമ്പ് തന്റെ ഹൃദയ സ്വപ്നങ്ങൾ അവരിൽ കൂടെ തമ്പുരാൻ കൈമാറിയത്. വചനം ദൈവമാണ്.